ടിക്കറ്റ് വരുമാനത്തിൽ ചരിത്രത്തിലെ ഉയർന്ന രണ്ടാമത്തെ പ്രതിദിന കളക്ഷനുമായി KSRTC 9.41 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ. യാത്രക്കാർ KSRTC തെരഞ്ഞെടുത്തതിന് നന്ദി അറിയിച്ച് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ രംഗത്തെത്തി. പ്രിയമുള്ള KSRTC ജീവനക്കാരെ ഞാൻ ഈ അവസരത്തിൽ വീണ്ടും അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നേടിയെടുത്ത റെക്കോർഡ് കളക്ഷൻ രണ്ടാമത് റെക്കോർഡ് കൂടി നമുക്ക് വരികയാണ്. ഈ 6-ാം തീയതി തിങ്കളാഴ്ച 9,41,00,000 രൂപ കളക്ഷൻ നേടിയെടുക്കാൻ KSRTC കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ ജീവനക്കാരെയും അഭിനന്ദിക്കുന്നു. നമ്മൾ കൊടുത്ത ടാർഗറ്റിന് മുകളിലേക്ക് വരികയും ഏതാണ്ട് 104% വരെ വർധനമുണ്ടാക്കാനും കഴിഞ്ഞു. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ഒരു ഘട്ടത്തിൽ പൂട്ടിപ്പോകുമെന്ന് കരുതിയ ഒരു കോർപ്പറേഷൻ, ഒരു സ്ഥാപനം, അതോടൊപ്പം തന്നെ ജീവനക്കാർക്ക് ശമ്പളമില്ലായ്മ, വരുമാനമില്ലായ്മ, ഇതൊക്കെ അലട്ടിയ ഒരു സ്ഥാപനമാണ് ഈ രീതിയിൽ ഒരു ചരിത്രം കുറിച്ചിരിക്കുന്നത്. എന്താണ്, ഏത് രീതിയിലാണ് ഈ കളക്ഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? ഒപ്പം തന്നെ അതിൽ എന്താണ് ഇനിയിപ്പോൾ വകുപ്പിന്റെയൊക്കെ നീക്കങ്ങൾ, കൂടുതൽ മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളത് തന്നെയല്ലേ ദീപക്? പ്രജിൻ പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, KSRTC പഴയ KSRTC അല്ല എന്നുള്ളതാണ്. കാരണം റെക്കോർഡ് കളക്ഷനുമായാണ് KSRTC മുന്നേറുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, പ്രത്യേകിച്ച് ഓണക്കാലത്തൊക്കെയാണ് വലിയ രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാവാറുള്ളത്. പക്ഷേ എന്നാൽ ഇത് ഓണമോ വിഷുവോ പെരുന്നാളോ ഒന്നുമല്ലാതെ തന്നെ വലിയ കളക്ഷനാണ് ഇന്നലെ ഈ തിങ്കളാഴ്ച ദിവസം ഉണ്ടായിരിക്കുന്നത്. 9.41 കോടി, അതായത് 9.5 കോടിയോളം കളക്ഷൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് തെക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ 3,55,00,000 ശിഷ്ടം രൂപ വന്നിരിക്കുന്നു. വടക്കൻ കേരളത്തിൽ 2,44,00,000 ശിഷ്ടം രൂപ വരുന്നു. അതുപോലെ സെൻട്രൽ സോണിൽ, അതായത് കൊച്ചിയിലെ മധ്യ കേരളത്തിൽ 3,62,00,000 ശിഷ്ടം രൂപയും വരുന്നു. അങ്ങനെ 9 കോടിയിലേറെ, 9.5 കോടിയോളം രൂപയാണ് KSRTC റെക്കോർഡ് കളക്ഷൻ നേടുന്നത്. അത് പ്രത്യേക ഒരു ഉത്സവ സീസണിലല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ആ ഘട്ടത്തിലാണ് കേരളത്തിലെ ജനങ്ങളോട്, യാത്രക്കാരോട് മന്ത്രി ഗണേഷ് കുമാർ നന്ദി പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ KSRTC പൂട്ടിപ്പോകും, നഷ്ടത്തിലാണ്, നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രം പറയുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു, ശമ്പളം നൽകാൻ പറ്റാത്ത സാഹചര്യം. പക്ഷേ എന്നാൽ അതിൽ നിന്നും മാറി KSRTC ലാഭകരമായ രീതിയിലേക്ക് മാറുന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ കണക്കുകൾ. പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളല്ലാതെ, ഉത്സവകാലമല്ലാതെ ഒരു റെക്കോർഡ് കളക്ഷൻ നേടിയതിലൂടെ മനസ്സിലാക്കാവുന്നത്. പ്രജിൻ. ദീപക് ധർമ്മമാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.